ആകാശം താഴേക്കെണി, വടക്കേ ബസ് സ്റ്റോപ്പിൽ വെള്ളക്കെട്ടും. ഇത് പെരിയഞ്ഞാനികൾ നാടുഭരിക്കുന്ന പെരിഞ്ഞനം പഞ്ചായത്ത്. എന്നാൽ പേരിന് മാത്രമായുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാൽ പ്രസിദ്ധമാണ് ഇന്ന് പെരിഞ്ഞനം. ദേശീയപാത 66-ൽ കയ്പമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പ്രസിദ്ധമായ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ പൂമുഖമായ പെരിഞ്ഞനം സെന്ററിലെ ബസ് കാത്തിരിപ്പ് നിലയങ്ങളുടെ സ്ഥിതി അതീവ ശോചനീയവും അപകടാവസ്ഥയിലുമാണ്. കഴിഞ്ഞ 3 കൊല്ലക്കാലമായി പെരിഞ്ഞനം തെക്കേ ബസ് സ്റ്റോപ്പിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മേൽക്കൂരയില്ല. വെയിലും മഴയും കൊണ്ടുവേണം സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഇവിടെ ബസ് വരുന്നത് കാത്തു നിൽക്കാൻ. എന്നാൽ ധൈര്യമായി നിൽക്കാനാകുമോ? അതുമില്ല. സുരക്ഷിതമായ സ്ലാബുകളില്ലാത്ത കാനയുടെ മുകളിൽ ജീവൻ പണയം വെച്ച് വേണം ഇവിടെ നിൽക്കാൻ. വടക്കേ ബസ് സ്റ്റോപ്പിലും സ്ഥിതി വ്യത്യസ്തമല്ല. വേനലും വർഷവും ഒരേപോലെ വെള്ളക്കെട്ടിലാണ് ഇവിടം. ഫുട്പാത്തിൽ അശാസ്ത്രീയമായി ടൈൽ വിരിച്ചിരിക്കുന്നതാണ് ഇവിടെ വെള്ളക്കെട്ടിന് പ്രധാന കാരണം. ഇവിടെ ആര് കാന നിർമ്മിക്കും എന്ന തർക്കത്തിലാണ് പഞ്ചായത്തും NH അധികൃതരും. എന്നാൽ ഇവിടെ ആരും കാന നിർമ്മിക്കേണ്ട ആവശ്യമില്ല. നീരൊഴുക്ക് സാധ്യമാകും വിധം ടൈലുകൾ പുനർവിന്യസിച്ചാൽ മതിയാകും. പഞ്ചായത്ത് കാര്യാലയം മുതൽ വടക്കേ ബസ് സ്റ്റോപ്പ് വരെയുള്ള ആഴം കൂടിയ കാനയും മണ്ണും മാലിന്യവും നിറഞ്ഞ് ആഴവും വ്യാസവുമില്ലാത്ത കൈത്തോട് വൃത്തിയാക്കാത്തതും വെള്ളക്കെട്ട് വർദ്ധിപ്പിക്കുകയുള്ളൂ. തോട് ആഴം കൂട്ടിയില്ല എങ്കിൽ പെരിഞ്ഞനം സെന്ററിലെ വെള്ളക്കെട്ടിന് ശമനമുണ്ടാകില്ല. വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് പ്രാദേശിക വാർത്തകൾ ആവശ്യപ്പെടുന്നത്.